ഹലോ ഹായ് എല്ലാവർക്കും ലെനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് വന്നിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ്. ഡിസംബർ മാസത്തിലെ മുഴുവൻ വാർത്തകളാണ് നമ്മൾ ഇന്ന് ഒരൊറ്റ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഡിസംബർ 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേണനോ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ചാനലിന്റെ പേര്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കേട്ടല്ലോ? ഓക്കെ അല്ലേ? അപ്പോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ ഗ്ലോബൽ ബിഗ് കാറ്റ് സബ്മിറ്റ് 2026 which aims to conserve the 7 major cat species all over the world? അതായത് എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതായത് ലോകമെമ്പാടുമുള്ള 7 പ്രധാന വലിയ പൂച്ച ഇനങ്ങളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗ്ലോബൽ ബിഗ് കാറ്റ്സ് ഉച്ചകോടി 2026 ഏത് രാജ്യത്താണ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. 7 കാറ്റ്സ് അല്ലെ, ജാഗ്വർ, പ്യൂമ, ലിയോപാർഡ്, ലയൺ, ടൈഗർ, ചീറ്റ, സ്നോ ലിയോപാർഡ് ഒക്കെയാണ് ബിഗ് കാറ്റ്സ് ഏലിയൻസ് എന്ന് പറയുന്നത്. സോ ഇവരെ സംരക്ഷിക്കാനായിട്ട് ഗ്ലോബൽ ബിഗ് കാറ്റ് സബ്മിറ്റ് നടക്കുന്നത് ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് നമ്മുടെ ഇന്ത്യ തന്നെയാണ് അല്ലെ. പിന്നെ ഇന്ത്യയിൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നടക്കാനായിട്ട് പോകുന്നത്. 2026 നടക്കാനായിട്ട് പോകുന്നത്. ഫോക്കസ് എന്താണ്? കൺസർവിംഗ് ദ 7 ബിഗ് കാറ്റ് സ്പീഷീസ് ടൈഗർ, ലയൺ, ലിയോപാർഡ്, സ്നോ ലിയോപാർഡ്, ചീറ്റ, ജാഗ്വർ, പ്യൂമ through the global cooperation and initiative. The summit is part of the international big cat aliens, that is IBCA. IBCA എന്ന് പറയുന്നത് എന്താണ്? International Big Cat Aliens Framework initiative launched by India. So which country will host the Global Big Cat Summit 2026? The right answer is India. ഇന്ത്യയിൽ എവിടെ നടക്കാൻ പോകുന്നത്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. Where did Prime Minister Narendra Modi inaugurate the South India Natural Farming Summit 2025? അതായത് ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടി 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? കോയമ്പത്തൂരാണ് അല്ലെ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി inaugurated the South India Natural Farming Summit 2025 in Coimbatore, തമിഴ്നാട്. The 3-day summit, ഒരു 3 ദിവസത്തെ ഉച്ചകോടിയായിരുന്നു, was organized by the Tamil Nadu Natural Farming Stakeholders Forum to promote sustainable, eco-friendly and chemical-free agriculture practices. During the event, the Prime Minister also released 21st installment of the PM Kisan scheme, Pradhan Mantri Kisan scheme, which announced over 18,000 crore for 9 crore farmers across the country. അപ്പോൾ 9 കോടി കർഷകർക്ക് 18,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ PM Modi inaugurates the South Indian Natural Farming Summit 2025 in Coimbatore. Okay. അടുത്ത ചോദ്യം. Who won the ATP Finals title in 2025? ആരാണ് വോൺ ചെയ്തിരിക്കുന്നത്? ജാനിക് സിന്നർ ആണ് അല്ലെ. സിന്നർ wins ATP Finals title. അതായത് ജാനിക് സിന്നർ, born 16 August 2001, is an Italian professional tennis player ആണ്. He has been ranked world number 1 men's singles by the Association of Tennis Professions, including the year-end number in 2024. Sinner has won 24 ATP tour-level single titles, including 4 majors, 2 at the Australian Open, 1 at the Wimbledon Championship, and 1 at the US Open. He has also won the 2024 and 2025 ATP finals and led Italy to the 2023 and 2024 Davis Cup crown. So, who won the ATP finals title in 2025? The right answer is Jannik Sinner. അടുത്തത് നാലാമത്തെ ചോദ്യം. അജേയ വാരിയർ 25 joint military exercise is being conducted between 2 countries. Which are the 2 countries? അപ്പൊ എന്താണ് ഈ ചോദ്യം? അതായത് 2 രാജ്യങ്ങൾക്കിടയിൽ അജേയ വാരിയർ 25 സംയുക്ത സൈനികാഭ്യാസം നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ് 2 രാജ്യങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെയാണ് 2 രാജ്യങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെയാണെന്ന് അറിയാമോ? The അജേയ വാരിയർ 25 joint military exercise is conducted between India and UK, that is United Kingdom, British Army, focusing on enhancing counter-terrorism and peacekeeping interoperability with the 2025 edition held in Rajasthan. അത് എവിടെ നടന്നത്? ഇന്ത്യയിൽ തന്നെയാണ്, രാജസ്ഥാനിലാണ് നടന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. Which state has become the first in country to approve 1 day of paid menstrual leave per month for all women employees? അതായത് എന്താണ് പറയുന്നത്? ഏത് സംസ്ഥാനമാണ്
എല്ലാ വനിതാ ജീവനക്കാർക്കും പ്രതിമാസം ഒരു ദിവസത്തെ ശമ്പളത്തോടെയുള്ള ആർത്തവ അവധി അനുവദിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എല്ലാ വനിതാ ജീവനക്കാർക്കും പ്രതിമാസം ഒരു ദിവസത്തെ ശമ്പളത്തോടെയുള്ള ആർത്തവ അവധി അനുവദിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. The right answer is Karnataka. Karnataka became the first Indian state to approve paid menstrual leave for all women employees, government and private sector. അതായത് ഗവൺമെന്റ് സെക്ടറിൽ മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വനിതാ ജീവനക്കാർക്കും എന്ത് വേണം, ഒരു ദിവസം ശമ്പളത്തോടെയുള്ള ആർത്തവ അവധി അനുവദിച്ചിരിക്കുന്ന സർക്കാരാണ് കർണാടക സർക്കാർ. ഓക്കെ, and mandating 12 paid days annually for women aged 18 to 52 അല്ലെ 18 to 52 വയസ്സുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്, making it a first for a national wide implementation in both public and private sectors. അപ്പം എവിടെയാണ്, പബ്ലിക് സെക്ടറിൽ മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിലും എന്താണ് ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, ദിസ് പ്രോഗ്രസീവ് പോളിസി ഇൻക്ലൂഡ്സ് IT ഫേംസ്. കണ്ടോ, നമ്മൾ പറഞ്ഞല്ലോ ഗവൺമെന്റ് സെക്ടർ മാത്രമല്ല IT ഫേംസിലും ഫാക്ടറീസിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസേഴ്സിലും ഫോർമലൈസിംഗ് മെൻസ്ട്രൽ ഹെൽത്ത് ആസ് എ വർക്ക് പ്ലേസ് കൺസേൺ. സോ വർക്ക് പ്ലേസ് കൺസേൺ ആയിട്ട് മെൻസ്ട്രൽ ഹെൽത്ത് ഫോർമലൈസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് കർണാടക ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, which state has become the first in India to launch a large-scale genome sequencing project focused on tribal community? എന്താണ് പറയുന്നത്, അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു വലിയ തോതിലുള്ള ജീനോം സീക്വൻസിംഗ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് മക്കളെ, ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഗുജറാത്ത്. ഗുജറാത്ത് becomes first state in India to launch tribal focused genome sequencing project. So which state has become the first in India to launch a large scale genome sequencing project focused on tribal communities? The right answer is Gujarat. Okay, അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ്, which city in India has the best public transport system? അതായത് എന്താണ് പറയുന്നത്, നഗര ഗതാഗതത്തില് അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിറ്റി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണെന്ന് അറിയാമോ? The right answer is ഏതാണ്? ചെന്നൈ ആണ് അല്ലെ. സോ award city with the best public transport system, Metropolitan Transport Corporation ചെന്നൈ. ചെന്നൈക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് അല്ലെ. മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെന്നൈ presented at the Urban Mobility India UMI Conference and Expo 2025. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറയാനായിട്ട് നമുക്കുള്ളത്? അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരമായിട്ട് ചെന്നൈ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. മികച്ച നോൺ മോട്ടറൈസ്ഡ് ഗതാഗത സംവിധാനത്തിലുള്ള നഗരം ഉദയ്പൂരും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ കേരളത്തിനും ഒരു പരാമർശം കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? പ്രത്യേക പരാമർശം. അതായത് മികച്ച നോൺ മോട്ടറൈസ്ഡ് ഗതാഗത സംവിധാനമുള്ള നഗരത്തിലും പ്രത്യേക പരാമർശം തൃശ്ശൂരിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. മികച്ച ഹരിത ഗതാഗത സംവിധാനമുള്ള നഗരങ്ങൾ ഹൈദരാബാദിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സോ which city in India has the best public transport system? The right answer is Chennai. Okay, അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം, who was elected as the CM of Bihar for the 10th time? അതായത് 10ാം തവണയും ബീഹാറിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണത്? നിതീഷ് കുമാർ to take oath as the Bihar CM for the record 10th time. അതായത് ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് നിതീഷ് കുമാർ നവംബർ 20-നാണ് അധികാരമേറ്റത്. ഗാന്ധി മൈതാനിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപേ ആയിരുന്നു നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്തത് കേട്ടോ. JDU നേതാവായ നിതീഷ് കുമാർ 10ാം തവണയാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത്. BJP നേതാക്കളായിട്ടുള്ള ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയാമോ? സാമ്രാജ് ചൗധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിയായിട്ടും ചുമതലയേറ്റു. 243 അംഗ നിയമസഭയില് 202 സീറ്റും തൂത്തുവാരിയാണ് നിതീഷ് നയിച്ച NDA അധികാരം നിലനിർത്തിയിരിക്കുന്നത്. So who was elected as the CM of Bihar for the 10th time? The right answer is നിതീഷ് കുമാർ. ഓക്കെ, 9ാമത്തെ ചോദ്യം, who won this year's Miss Universe Beauty Crown? അതായത് എന്താണ് ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ കിരീടം നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? The right answer is എന്താണ്? ഫാത്തിമ ബോഷ്. ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ കിരീടം മെക്സിക്കോയിൽ നിന്നുള്ള ഫാത്തിമ ബോഷ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്.
അതെ, ഫസ്റ്റ് റണ്ണർ, അതെ, മിസ് യൂണിവേഴ്സ് 2025 ഫാത്തിമ ബോഷ്, മെക്സിക്കോയിൽ നിന്നുള്ള ഫാത്തിമ ബോഷ് ആണ്. അതുപോലെ തന്നെ തായ്ലൻഡിൽ നടന്ന 74ാമത് സൗന്ദര്യ മത്സരത്തില് എത്ര രാജ്യങ്ങളിൽ നിന്ന് സുന്ദരിമാരാണ് പങ്കെടുത്തത്? 120 രാജ്യങ്ങളിൽ നിന്നുള്ള സുന്ദരിമാരാണ് പങ്കെടുത്തത്. തായ്ലൻഡിൽ നിന്നുള്ള പ്രവീണാർ സിംഗ് 1ാം റണ്ണറപ്പും, വെനസ്വേലയിൽ നിന്നുള്ള സ്റ്റെഫിനി അഡ്രിയ 2ാം റണ്ണറപ്പും, തായ്ലൻഡിൽ നിന്നുള്ള ഒബെൽ സുചിത 3ാം റണ്ണറപ്പും നേടുകയുണ്ടായിട്ടോ. സോ ഹൂ വോൺ ദിസ് ഇയേഴ്സ് മിസ് യൂണിവേഴ്സ്? റൈറ്റ് ആൻസർ ഈസ് ഫാത്തിമ ബോഷ്. അടുത്ത ചോദ്യം, അവസാന ചോദ്യം, 10ാമത്തെ ചോദ്യം. വാട്ട് ഇസ് ദ തീം ഓഫ് ദ സെക്കൻഡ് ഹൂ ട്രഡീഷണൽ മെഡിസിൻ ഗ്ലോബൽ സമ്മിറ്റ് 2025 ടു ബി ഹെൽഡ് ഇൻ ഇന്ത്യ? എന്താണ് തീം? തീം എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ബാലൻസ് ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ്. റീസ്റ്റോറിംഗ് ബാലൻസ് ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഇതുണ്ടോ? റീസ്റ്റോറിംഗ് ബാലൻസ് ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. റീസ്റ്റോറിംഗ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഡ്രസ്സസ് ഇംബാലൻസ് ഇൻ ഹെൽത്ത് സിസ്റ്റം, നോളജ് ആൻഡ് പ്ലാനറ്ററി ഹെൽത്ത്. പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് ഹൈലൈറ്റ്സ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ വെൽബീയിങ്, സയൻസ് ആൻഡ് പ്രാക്ടീസ്, സ്ട്രെസ് എവിഡൻസ് ബേസ്ഡ് അപ്രോച്ചസ് ആൻഡ് റെസ്പോൺസിബിൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ട്രഡീഷണൽ മെഡിസിൻ. ഓക്കെ, സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.